ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ടൊരു ചിക്കൻ മുഗളായി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഉള്ള ഒരു കറിയാണ്. നല്ല റിച്ച് ഗ്രേവിയാണ്. ഈ ഒരു കറി നമുക്ക് ചപ്പാത്തി, പൊറോട്ട, നാന്, അപ്പം ഇതിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ള കറിയാണ് കേട്ടോ. ഇത് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ദേ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇത് അധികം സ്പൈസി ആയിട്ടുള്ള കറിയല്ല കേട്ടോ. ആവശ്യത്തിന് മാത്രം എരിവുള്ളൊരു കറിയാണ്. ഇതേ ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് സവാള നേരിയതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മളൊരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ബദാമും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് തൊലി കളഞ്ഞ് മാറ്റി എടുത്ത് വെക്കണം. സവാള വറുത്ത് കോരിയ ഓയിലിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 4 മണി കുരുമുളക് കൂടെ ചേർക്കാം. 2 കരയാമ്പൂ ചേർക്കാം. 2 ഏലക്കായയും 2 കഷ്ണം പട്ട കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ സവാള ആണെങ്കിൽ 1.5 കഷ്ണം സവാള എടുത്താൽ മതി കേട്ടോ. അതൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞതോടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കറി നോർത്ത് ഇന്ത്യയിലെ രാജകീയ സദസ്സുകളിലൊക്കെ വിളമ്പിയിരുന്ന കറിയാണെന്നാണ് കേട്ടോ പറയുന്നത്. സംഭവം ശരിയായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. സവാള ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്നും ഇളക്കി കൊടുക്കണ്ട, വഴറ്റിയെടുക്കണ്ട കേട്ടോ. ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതധികം എരിവുള്ള കറിയല്ല, അതുകൊണ്ട് നമ്മൾ ഇതിൽ കൂടുതലായിട്ടും കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരട്ടെ, അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കൻ മസ്റ്റായിട്ടൊന്ന് കുറച്ച് നേരം മസാല തേച്ച് മാറ്റി വെക്കണം കേട്ടോ. എങ്കിലാണ് അതിൽ നന്നായിട്ട് ആ മസാല ഒക്കെ പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് ആ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 300 ഗ്രാം ചിക്കൻ ഉണ്ടാവും കേട്ടോ. ചിക്കൻ്റെ അളവിൽ മാറ്റം വരുത്തുമ്പോൾ അതിലെടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ അവിടെ വേവാനെടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പണിയുണ്ട്. നമുക്ക് ആ ഗ്രേവി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ബദാം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലിയെല്ലാം മാറ്റിയിട്ടുണ്ട്. ഞാൻ ആ വറുത്തിരിക്കുന്ന സവാള മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അണ്ടിപ്പരിപ്പും ബദാമും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം കേട്ടോ. ഒരു മീഡിയം സൈസുള്ള പഴുത്ത തക്കാളി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. ഇതോടെ ഈ ഒരു ചിക്കനിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് വേവാനുള്ള സമയം കൊടുക്കുക കേട്ടോ. എന്തൊക്കെയാണ് ക്രിസ്മസ് ആയിട്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ അറിയിക്കുകയാണ്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് നോക്കണം, ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കണേ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. തൈര് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത് സവാളൊക്കെ വെന്ത് നന്നായിട്ട് ചിക്കനിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇത് ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ചേർക്കണം. ഇതിലേക്ക് ഒരു ചെറിയ പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അരച്ചു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിയുടെയും ആ ഒരു പേസ്റ്റ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി ഇല കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കസ്തൂരി മേത്തി കൂടി ചേർക്കണം കേട്ടോ. പിന്നെ ഇത്തിരി ഗരം മസാല കൂടി ഒന്ന് തൂവി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ സ്പൂൺ നെയ്യൂടെ ചേർക്കാം. ഇതൊരു റിച്ച് ഫ്ലേവർ നൽകുന്ന ഒരു കറിയാണ് കേട്ടോ. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. സംഭവം സെറ്റ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ചിക്കൻ മുഗളായി റെഡി ആയിട്ടുണ്ട്. മുഗളായി ചിക്കൻ മസാല എന്നോ ചിക്കൻ ഗ്രേവി എന്നോ ചിക്കൻ കറി എന്നോ എന്ത് വേണേലും പറയാം കേട്ടോ.
ഈ റിച്ച് ഗ്രേവി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അടിപൊളിയായിരിക്കുന്നു. ഇതേ പൊറോട്ടയാണ് കേട്ടോ, പിള്ളേർക്ക് കൊടുക്കുകയാണ്, മക്കൾ കഴിക്കട്ടെ. ഇതേ എന്താ പറയുക, ടി വി കണ്ടുകൊണ്ടാണ് കേട്ടോ. ക്രിസ്മസ് ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ. എൻ്റെ അമ്മ ഞങ്ങളെ വിട്ട് പോയിട്ട് 1 വർഷം ആയിട്ടില്ല കേട്ടോ. അത് കാരണം ആഘോഷങ്ങളൊന്നും നമുക്ക് ഈ ഒരു വർഷമൊന്നും ഇല്ല. ദേ അവർ കഴിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റാണ്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ക്രീം കൂടെ ചേർക്കാം. അപ്പോൾ ഇച്ചിരി കൂടെ മധുരമായി പോകും, അപ്പോൾ അത് ഓവറായി പോകും. ഈ ഒരു അണ്ടിപ്പരിപ്പിൻ്റെയും ബദാമിൻ്റെയും പേസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് സവാള ഒന്ന് വറുത്തെടുത്തതൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി ചിക്കൻ വാങ്ങുമ്പോൾ നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഈ ഒരു അടുത്ത വീഡിയോയിലൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. അധികം എരിവില്ലാത്തത് കാരണം എത്ര കറി വേണമെങ്കിലും ഒഴിച്ച് അവർ കൂട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.